പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പിൻ്റെ സമയമാകുമ്പോൾ പലപ്പോഴും കണ്ടിരുന്ന ചില പ്രചാരണങ്ങളായിരുന്നു. യേശു ഒരു വിപ്ലവകാരിയാണ്. അവൻ നിയമങ്ങളെ, സമൂഹത്തിലെ തിന്മകളെ ചോദ്യം ചെയ്തു. അങ്ങനെ യേശുവിൻ്റെ വാക്കുകളെയും പ്രവൃത്തികളെയും ഇപ്രകാരം വ്യാഖ്യാനിക്കുന്ന അവസരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു ചിന്ത വെച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ സുവിശേഷം കേൾക്കുമ്പോൾ മിക്കവാറും നമ്മൾ ആശ്ചര്യപ്പെടും. കാരണം യേശു പറയുന്നു, അവൻ വന്നിരിക്കുന്നത് നിയമങ്ങളെയും പ്രവാചകന്മാരെയും ഇല്ലാതെയാക്കുവാനല്ല, അത് പൂർത്തീകരിക്കുവാനാണ്. അപ്പോൾ ഈ രണ്ട് ചിന്തകൾ അത് എങ്ങനെയാണ് യോജിച്ചു പോകുന്നത്? യേശു പുതിയ നിയമങ്ങൾ നൽകുവാൻ വന്നവനാണോ? മോശയുടെ 10 കൽപ്പനകൾ കാലക്രമേണ 613 നിയമങ്ങൾ ആയി മാറിയിരുന്നു. ഇനിയും പുതിയ നിയമങ്ങൾ നൽകുവാനായിട്ടാണ് യേശു വന്നിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും മനുഷ്യർക്ക് വീണ്ടും ഒരു ഭാരമാകും. ഈ ഒരു ചിന്തയാണ് പലപ്പോഴും നമ്മളെ ആശ്ചര്യപ്പെടുന്നത്. എന്നാൽ ഭാഗ്യവശാൽ നമ്മളിന്ന് കേട്ട സുവിശേഷത്തിൻ്റെ മധ്യഭാഗത്ത് യേശു നീതിയെപ്പറ്റി പറയുന്നുണ്ട്. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയേക്കാൾ മഹത്തരമല്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന്. അത് യേശു ഇവിടെ എല്ലാ നിയമങ്ങളുടെയും കേന്ദ്രമായിട്ട് നീതിയെ വയ്ക്കുക. നമ്മുടെ എല്ലാ ബന്ധങ്ങളിലും ഇപ്രകാരം ഒരു നീതിബോധം ആവശ്യമാണ്. പങ്കാളികളുമായിട്ടുള്ള ബന്ധത്തിൽ, കുടുംബ ബന്ധത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, ഒപ്പം നമ്മുടെ സഭയിലും ഇപ്രകാരം നീതി അത്യാവശ്യമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന അധികാരങ്ങൾ, കഴിവുകളൊക്കെ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുവാനോ അവരെ ഇല്ലാതെയാക്കുവാനുമല്ല. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നീതി എന്നുള്ളത് എല്ലാത്തിനെയും പൂർത്തീകരിക്കുന്ന ഒന്നാണ്, സ്നേഹത്തെ പോലും. നമ്മൾ ഇന്ന് നമ്മുടെ ചുറ്റുപാടും നോക്കുമ്പോൾ ഈ നീതിയൊക്കെ അധികാരത്തിൻ്റെ അല്ലെങ്കിൽ ധനത്തിൻ്റെയൊക്കെ കഴിവ് കൊണ്ട് ചവിട്ടിത്തേക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. മനുഷ്യത്വരഹിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നവർ, തങ്ങളുടെ അധികാരം പ്രകടിപ്പിക്കുവാനായിട്ട് ഓരോ ദിവസവും ഓരോ രീതിയിൽ പ്രവർത്തിക്കുന്നവർ, ഇങ്ങനെയുള്ളവരുടെ ചുറ്റുമാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ യേശു അവൻ്റെ സുവിശേഷം നമ്മോട് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഏത് നിയമമാണ് നിന്നെ നയിക്കുന്നത്? അല്ലെങ്കിൽ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച്, നിന്റെ താല്പര്യമനുസരിച്ച് നിയമങ്ങളെ നീ ഉണ്ടാക്കുകയാണോ? മറ്റുള്ളവരോടുള്ള നിന്റെ സമീപനം എങ്ങനെയാണ്? സ്നേഹമുള്ളവരെ, യേശു ചില കാര്യങ്ങളിൽ കാർക്കശ്യമുള്ളവനാണ്, പ്രത്യേകിച്ച് നീതിയുടെ കാര്യത്തിൽ. കാരണം ഈ നീതിബോധം വഴി മാത്രമേ ജീവിതത്തിൽ മറ്റുള്ള നന്മകൾ ഉണ്ടാവുകയുള്ളൂ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു, അങ്ങേ രാജ്യം വരണമേ. യേശുവിൻ്റെ രാജ്യത്തിന് സത്യത്തിൽ നമ്മുടെ ജീവിതങ്ങളിൽ സ്ഥാനമുണ്ടോ? നീതിക്കും സ്നേഹത്തിനും പരസ്പര ബഹുമാനത്തിനും നമ്മൾ എത്രമാത്രമാണ് പ്രാധാന്യം നൽകുന്നത്? അവയൊക്കെ എത്രമാത്രമാണ് നമ്മുടെ ബന്ധങ്ങളെ ശക്തമാക്കുന്നത്? സ്നേഹമുള്ളവരെ, പ്രകാരം നീതിബോധത്തിൽ നമ്മുടെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുവാൻ, നമ്മുടെ സ്നേഹത്തെ പൂർണ്ണമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.